കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അപ്പൊ ഇന്നത്തെ വിശേഷമൊക്കെ ചാനലിനകത്ത് ഇട്ടിട്ടുണ്ട് ഞാൻ. അപ്പൊ എല്ലാവരും കയറി കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അതിന്റെ ബാക്കി വിശേഷം നാളത്തെ വിശേഷമാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. ഉച്ചയ്ക്ക് എല്ലാ ദിവസവും 1:30-2 മണിക്കുള്ളിൽ തന്നെ ഞാൻ സച്ചിയുടെയും രേവതിയുടെയും പിറ്റേ ദിവസത്തെ വിശേഷം ഞാൻ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ നാളത്തെ വിശേഷത്തിൽ നമ്മൾ കാണുന്ന സച്ചി നേരെ ഫിനാൻഷ്യൽ അടുത്തേക്ക് വരുവാണ്. സി പൈസ കുറച്ച് കൊടുക്കണം, പിന്നെ കാർ ഓടിച്ചതിന് വാടക അതും കൊടുക്കാനുണ്ട്. അപ്പൊ അതിനുവേണ്ടി വരുവാണ്. ഈ സമയത്ത് ഫിനാൻഷ്യയുടെ അടുത്ത് ഒരു കസ്റ്റമർ ഉണ്ടായിരുന്നു. അപ്പൊ അയാളോട് ഫിനാൻഷ്യൽ പറഞ്ഞതേ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ, നാളെ തന്നെ വീട്ടിൽ നിന്നുള്ള ആൾക്കാരെയൊക്കെ വിളിച്ചോണ്ട് വരണം, അവരൊക്കെ വന്നൊരു പേപ്പറിൽ സൈൻ ചെയ്താറുണ്ട്, അല്ലെങ്കിലേ ഇനി മിക്കവാറും നാളെ അവരൊക്കെ വന്നിട്ട് പറഞ്ഞു അതെ ആധാരം പണയം വെച്ച കാര്യം ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല, ഞങ്ങൾക്കൊന്നും അറിയത്തില്ല, പിന്നെ കോടതിയാവും കേസാവും, ഇതിന്റെ പുറകെ നടക്കാനൊന്നും എനിക്ക് പറ്റില്ല. അല്ലെങ്കിൽ തന്നെ കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി വന്നിട്ട് ഇതുപോലത്തെ പരിപാടി കാണിച്ചിട്ട് പോയിട്ടുള്ളൂ, അവർ ആധാരം പണയം വെച്ചിട്ട് അവസാനം പകുതി പലിശ കൊണ്ട് തന്നു. ചോദിച്ചു കഴിഞ്ഞപ്പോഴോ അവരുടെ വീട്ടുകാരൊന്നും അറിഞ്ഞിട്ടില്ല പോലും, വല്ലാത്ത പുലിവാല് പിടിച്ചിരിക്കുക. അതിന്റെ കൂടെ ഇനി ഇതുപോലത്തെ കേസ് കേട്ടുള്ളൊന്നും ഞാൻ എടുക്കുന്നില്ല എന്ന് പറയണം. എന്നാൽ ശരി, ഞാൻ അവരെ വിളിച്ചോണ്ടൊക്കെ വരാന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ അങ്ങോട്ട് പോവാണ്. ഈ സമയത്താ സച്ചിയുടെ വരവ്. സച്ചിനെ കണ്ടത് അയാൾ പറഞ്ഞു, ആ സച്ചിയോ ബാ ഇരിക്കാൻ പറയാണ്. അല്ല പലിശ പൈസ കൊണ്ട് വന്നായിരിക്കുമല്ലേ എന്ന് ചോദിക്കാം. അതെ പലിശ പൈസ തരാൻ വന്നാ. പിന്നീട് പുള്ളിക്കാരൻ കണക്ക് കൂട്ടുകയാണ്. എന്നിട്ട് പറഞ്ഞ് കഴിഞ്ഞ മാസം ഭാര്യയുടെ കൈവശ ക്ഷേത്രത്തിൽ 4,000 രൂപ അവിടെ വെച്ച് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു, പിന്നെ മൊത്തം കൂടെ കാൽക്കുലേറ്റ് പോയി 10,000 രൂപ. അല്ല 10,000 രൂപ ഇപ്പം വേണമെന്ന് പറയാം. ഇത് കേട്ടോ സച്ചു പറഞ്ഞു 10,000 രൂപ അത്രയും പൈസ ഇല്ല, പകുതി പൈസ ഉള്ളതെന്ന് പറയാം, ഒന്ന് കുറച്ച് തരുമെന്ന് ചോദിക്കാം. കുറച്ച് തരാനായിട്ടാ, നല്ല കഥയായിപ്പോയി, ഞാനെന്താ നായ മറ്റാണോ കുറയ്ക്കാനായിട്ട് എന്നും പറഞ്ഞിട്ട് പുള്ളിക്കാരൻ സച്ചിനെ നന്നായിട്ട് കളിയാക്കുക. എന്നിട്ട് നായ കുറയ്ക്കുന്ന പോലെ പുള്ളിക്കാരൻ കുറയ്ക്കുക. ഇത് കേട്ട് സച്ചിക്ക് വല്ലാത്ത സങ്കടമായിപ്പോയി. സച്ചി പെട്ടെന്ന് ചാടി എഴുന്നേറ്റോട് സാർ ഇങ്ങനെ അപമാനിക്കല്ലെന്ന് പറയണം. അതെ അപമാനിച്ചല്ല സച്ചി, സച്ചി മുമ്പൊക്കെ ഡീസന്റ് ആയിരുന്നു, സച്ചി ഞാനോട് മുമ്പേ തൊട്ട് ഇടപാടുകൾ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് സച്ചി പറഞ്ഞ പണമൊക്കെ തന്നെ. അത് മാത്രമല്ല എന്റെ കാർ ഞാൻ ഓടിക്കാൻ തന്നെ, സാധാരണ കാർ ഓടിക്കാൻ തരുന്ന സമയത്ത് ഇങ്ങോട്ട് അഡ്വാൻസ് ആയിട്ട് പേയ്മെന്റ് നടത്തിയിട്ട് മാത്രമേ ഞാൻ വണ്ടി കൊടുക്കാറുള്ളൂ. പക്ഷെ സച്ചിക്ക് അങ്ങനെയല്ല ഞാൻ തന്നത്, അറിയാലോ, ആ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഇത് കേട്ടപ്പം മഹേഷ് പറഞ്ഞു, അല്ല ഇപ്പൊ ഭയങ്കര ഡള്ളായതുകൊണ്ടാ, ഇപ്പോഴാണെങ്കിൽ ഓട്ടോ ഒന്നും കുറവാ, അതുകൊണ്ടാന്ന് പറയണ. നീ കൂടുതലും മിണ്ടണ്ട, നീ മിണ്ടാതിരിക്കുക, ഞാൻ അവനോടല്ലേ ചോദിച്ചെന്ന് പറയാം. പിന്നീട് സച്ചിയോട് ചോദിച്ചു, സച്ചി നിനക്കെന്താ ഫുൾ എമൗണ്ട് തരാനില്ലേന്ന് ചോദിക്കാം. എന്റെ പെണ്ണെണ്ണ കുറച്ച് ദിവസം കൂടെ ഒന്ന് ക്ഷമിക്കുക, കുറച്ച് ദിവസത്തോളം ഞാൻ തരാം, 2-3 ദിവസം. ഇത് കേട്ടപ്പോൾ അയാൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, എന്നാൽ കാർ ഇവിടെ കിടക്കട്ടെ, കാർ നീ കൊണ്ടുപോകണ്ടെന്ന് പറയാം. അതങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നേ, ആ കാർ ഓടിച്ചാലേ എനിക്ക് ബാക്കി ഡ്യൂ ഒക്കെ കെട്ടാൻ പറ്റുള്ളൂ. ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നേ, എങ്ങനെയെങ്കിലും ഈ തവണ ഒരു തവണത്തേക്കൂടെ എന്നെ ക്ഷമിച്ചു വിടും, എങ്ങനെയെങ്കിലും ഞാൻ പൈസ ഉണ്ടായിക്കൊണ്ട് തരാമെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ അയാൾ പറഞ്ഞു, അതെ പലരും ഇങ്ങനെയൊക്കെ തന്നെയാ പറയണേ, പക്ഷേ സച്ചിൻ നീ നിരൂപിച്ച പൈസ ഉണ്ടാക്കാലോ, അന്ന് നിന്റെ ഭാര്യ ക്ഷേത്രത്തിലേക്ക് വന്ന സമയത്ത് അവരുടെ കയ്യിലും കാലിലും ഒക്കെ ആഭരണങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അത് നിനക്ക് വിൽക്കുവോ പണയം വെക്കുവോ എന്തേലും ചെയ്താൽ എന്റെ പൈസ തരാലോ, പിന്നെ നിനക്ക് എന്താ സച്ചി കുഴപ്പമെന്ന് ചോദിക്കാം. അതൊന്നും ശരിയാകത്തില്ല, ഒരു 3 ദിവസമല്ലേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ, ശരി 3 ദിവസം, അതിനുള്ളില് എന്റെ പലിശ എനിക്ക് കിട്ടിയിരിക്കണം, പറഞ്ഞു കേട്ടല്ലോ, സി പൈസയും കാറിന്റെ വാടക കാശും എല്ലാം കിട്ടണമെന്ന് പറയാം. ശരിയെന്ന് പറഞ്ഞ് സച്ചി പുറത്തേക്ക് ഇറങ്ങുവാണ്. ഈ സമയം മഹേഷ് ചോദിച്ചേടാ 3 ദിവസത്തിനുള്ളിൽ നീ എവിടെ നിന്നുണ്ടാക്കി കൊടുക്കുന്ന പറഞ്ഞേ. പിന്നല്ലാതെ ഞാൻ പിന്നെ എന്ത് പറയണം, 3 ദിവസത്തെ തരില്ലെന്ന് പറയണോ, നല്ല കഥയായിപ്പോയി. എടാ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ, എല്ലാത്തിനും കാരണം അവളാ, ആ രേവതി, അവള് കാരണമല്ലേ ഇപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. എടാ രേവതി എന്ത് ചെയ്തിരുന്ന എന്ന് മഹേഷ് ചോദിക്കുക. എടാ അവൾ ഈ കാര്യങ്ങളൊക്കെ നേരത്തെ പറയുമായിരുന്നെങ്കിൽ, ഗജാനന്ദനാണ് ഇതിന്റെ പിന്നില്, കാരണം അത് കഞ്ചാവ് വെച്ചെന്ന കാര്യം പറയുമായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഗജാനന്ദനെ പോലീസുകാരെ കൊണ്ട് പിടിപ്പിക്കായിരുന്നു, അങ്ങനെയെങ്കിലും എനിക്ക് സമാധാനം കിട്ടില്ലായിരുന്നു. ഇപ്പൊ തന്നെ കണ്ടില്ലേ അവൾ എന്നോട് ചതിയല്ലേ ചെയ്തേ. എടാ അവള് ചെയ്ത് ചതിയല്ല, അവളുടെ ഭർത്താവല്ലേ നീ, നിനക്കൊരു ആപത്ത് വന്ന് അവൾക്ക് സഹിക്കാൻ പറ്റുമോ, അതുകൊണ്ടല്ലേ അവൾ അങ്ങനെയൊക്കെ പറഞ്ഞത്. ഒരു പക്ഷെ നീ പോയി വഴക്കുണ്ടാക്കുന്ന കരുതിയല്ലേ, അതുകൊണ്ട് അവളോട് നീ വെറുതെ വഴക്കുണ്ടാക്കാൻ പോകണ്ടെന്ന് പറയാം. ഇത് കേട്ടോ സച്ചു പറഞ്ഞു, എനിക്ക് ആ പട തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ട്, ഒരു കാര്യം ചെയ്യാം, കുറച്ച് സമാധാനം വേണം. ഇത് കേട്ടപ്പം മഹേഷ് നീ എന്ത് ചെയ്യാൻ പോവാ, അല്ല സമാധാനം കിട്ടുന്ന എവിടെയാണ് അങ്ങോട്ട് പോകണം. ഓഹോ അപ്പൊ നീ ക്ഷേത്രത്തിൽ പോകാൻ ഉദ്ദേശിച്ചെന്ന് ചോദിക്കുക. ക്ഷേത്രത്തിലാ ആര്യജ്ഞാനം, കൊള്ളാം നല്ല കഥയായിപ്പോയി. ക്ഷേത്രത്തിൽ പോയിട്ടൊന്നും പെട്ടെന്ന് സമാധാനം കിട്ടില്ല, സമാധാനം പെട്ടെന്ന് കിട്ടണമെങ്കിൽ നമുക്ക് പോകേണ്ട ഒരേ ഒരു സ്ഥലമുള്ളൂ, ബാറ്, അവിടെ പോയിട്ടാണ് നല്ല സമാധാനം കിട്ടുമെന്ന് പറയാം. എടാ സച്ചി നീ എന്തൊക്കെയാ പറയണേ, നീ കുടിയൊക്കെ നിർത്തിയതല്ലായിരുന്നോ. അതൊക്കെ പണ്ട് അച്ഛമ്മയുടെ വീട്ടിൽ പോയതിന് ശേഷം ഞാൻ മദ്യം കൈകൊണ്ട് തൊട്ടിട്ടില്ല, പക്ഷെ ഇപ്പോഴങ്ങനെയല്ല, എനിക്ക് എന്തെങ്കിലും മദ്യം അകത്തി എന്നില്ലെങ്കിൽ എനിക്ക് സമനില തെറ്റുമ്പോൾ തോന്നുന്നുണ്ട്. വാടാ
നീ വരുന്നുണ്ടെ വാ, ഇനി ഞാൻ നിന്നെ വിളിക്കത്തില്ലെന്ന് പറയണം. അങ്ങനെ മഹേഷ് പോവാണ് കൂടെ. പിന്നീട് ശ്രുതി ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് വീട്ടിലേക്ക് വരിക. ഈ സമയത്ത് ശ്രുതിയും ചന്ദ്രമതി ഓടിച്ചെന്നു. പെട്ടെന്ന് ശ്രുതി വെച്ച് എന്തായി, ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തിട്ട് ജോലി കിട്ടിയോ, അയാൾ എന്തേലും പറഞ്ഞോ, അങ്ങനെ നൂറ് ചോദ്യങ്ങൾ ചോദിക്കുവാണ്. ഈ സമയം ചന്ദ്രമതി പറഞ്ഞു, ശ്രുതി മോളെ പതുക്കെ പറ, ആ രേവതി എങ്ങാനും കേട്ടിട്ടുണ്ടെങ്കിൽ ആകെപ്പാടെ പ്രശ്നവും. ഇവന് ജോലി ഇല്ല എന്നുള്ള കാര്യം ഈ കുടുംബത്തിൽ ആർക്കും അറിയത്തില്ല. ഇവന് ജോലി ഉണ്ടെന്ന് ഓർത്തോണ്ട് എല്ലാവരും ഇരിക്കുന്നത്. ഇതെങ്ങാനും പറഞ്ഞാൽ അത് മതി, അതോടുകൂടി എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവെന്ന് പറയാം. പെട്ടെന്ന് ശ്രുതി പറഞ്ഞു, അതെ ആന്റി പേടിക്കണ്ട കേട്ടോ, രേവതി ഇവിടെ ഇല്ലാന്ന് പറയണം, വേറെ ആരും ഇവിടെ ഇല്ല. അപ്പോഴാണ് ചന്ദ്രമതിക്ക് ഒരു സമാധാനമായത്. പിന്നീട് ശ്രുതിനെ അവിടെ പിടിച്ചിരുത്തിയിട്ട് ചന്ദ്രമതി പറഞ്ഞു, അയ്യോ മോനെ ഞാൻ ജ്യൂസ് എടുത്തോണ്ട് വരട്ടേന്ന് ചോദിക്കും. വേണ്ടമ്മേ, അത് പറഞ്ഞാൽ പറ്റില്ല, മോൻ ആ ടയേർഡായിട്ടല്ലേ വന്നിരിക്കുന്നേ. ഞാനിതേടെ മാതള നാരങ്ങ ഒക്കെ മേടിച്ചു വെച്ചിട്ടുണ്ട്, മോന് മാതള നാരങ്ങയുടെ ജ്യൂസ് ഉണ്ടാക്കി തരാമെന്ന് പറയാം. വേണ്ടമ്മേ, എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല, വേണമെങ്കിൽ ഇവൾ കുറഞ്ഞ ഉണ്ടാക്കി കൊടുക്കാൻ പറയാം. ഇത് കേട്ട ശ്രുതി പറഞ്ഞു, എനിക്ക് അമ്മ മുമ്പേ ഉണ്ടാക്കി തന്നായിരുന്നു, അതുകൊണ്ട് എനിക്ക് വേണ്ടാന്ന് പറയാം. ചന്ദ്രമതിക്ക് ആകാംക്ഷ അടയ്ക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ചന്ദ്രമതി പെട്ടെന്ന് ചോദിച്ചു, അല്ല മോനെ ഇന്റർവ്യൂവിന് പോയിട്ട് എങ്ങനെയായി കാര്യങ്ങളൊക്കെ? ശ്രുതിയും ചോദിച്ചു, എങ്ങനെയായി ഇന്റർവ്യൂവിന് പോയിട്ട്, ജോലി കിട്ടിയോ, എന്തായി? ആകാംക്ഷ അടക്കാൻ പറ്റുന്നില്ല. പെട്ടെന്ന് ശ്രുതി പറഞ്ഞു, പേടിക്കൊന്നും വേണ്ട, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു, സക്സസ് ആയിരുന്നു, ജോലി ഞാൻ ജോയിൻ ചെയ്തിട്ടാ വരുന്നതെന്ന് പറയാം. ഇത് കേട്ടൻ ചന്ദ്രമതി പറഞ്ഞു, അല്ലേലും എനിക്കറിയാം എന്റെ മോൻ മിടുക്കനാന്നുള്ള കാര്യം. ഇത് കേട്ട ശ്രുതിക്ക് ആശ്വാസമായി. പിന്നീട് ശ്രുതി ചോദിച്ചല്ല ജോലിയൊക്കെ ഇഷ്ടപ്പെട്ടോന്ന് ചോദിക്കും. ഇത് കേട്ടെന്ന് ശ്രുതി പറഞ്ഞു, എനിക്ക് അത്ര അങ്ങോട്ട് പിടിച്ചിട്ടൊന്നുമില്ല, പിന്നെ എന്തേലും ഒരു ജോലി വേണമല്ലോ എന്ന് ഓർത്തിട്ടാ ഞാൻ ഇരിക്കുന്നത്. പിന്നെ അവിടെയുള്ള ആ മാനേജർ ഉണ്ടല്ലോ, അയാൾക്ക് എൻ്റെ അത്ര പോലും വിദ്യാഭ്യാസമൊന്നും ഇല്ല, അയാൾക്ക് ഡിഗ്രി ഒന്നുമില്ല, അയാൾ അധികം പഠിച്ചിട്ടൊന്നും ഇല്ലാന്ന്. പിന്നെ അയാൾ അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് പൈസയുടെ ബലത്തിലാന്ന് പറയാണ്. ഇത് കേട്ടൻ ചന്ദ്രമതി പറഞ്ഞു, എൻ്റെ മോന് കുറച്ച് പൈസ ഉണ്ടായിരുന്നെങ്കിൽ സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങായിരുന്നു. ശ്രുതി പറയാ, എൻ്റെ അമ്മേ, ഇന്നത്തെ കാലത്ത് ആരെ കൊണ്ട് പോയിട്ട് ഇങ്ങനെ പടിപടിയായിട്ട് കഷ്ടപ്പെട്ട് ഉയർന്നു വരാനായിട്ട് ഒറ്റയടിക്ക് പൈസക്കാരനാകാനായിട്ട് എല്ലാവരും നോക്കുള്ളൂ. ഇതൊക്കെ കേട്ട് ഇങ്ങനെ ശ്രുതി ഇങ്ങനെ അന്തം വിട്ടിരിക്കുകയാണ്. ശ്രുതിയുടെ മനസ്സിലെ വല്ലാത്ത ടെൻഷനൊക്കെ ഉണ്ടാകുന്നുണ്ട്. ശ്രുതി ഇങ്ങനെയൊക്കെയാണോ, അധ്വാനിക്കാൻ മടിയാണ്, എന്തേലും ജോലി ചെയ്ത് ജീവിക്കാന്ന് വെച്ചാൽ അതിന് ഭയങ്കര മടിയാണ്. ഇപ്പോഴാണെങ്കിലോ ഒരു ജോലി കിട്ടിക്കഴിയുമ്പോൾ അതിന് എങ്ങനെ പോവാതിരിക്കാന്നാ ശ്രുതി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കണേ. പിന്നീട് ശ്രുതി പറഞ്ഞു, അയാളാണെങ്കിൽ കുറെ ഉപദേശം തന്നെ, അയാളുടെ ഉപദേശം കേട്ടിട്ട് എനിക്കാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി ഓടാൻ തോന്നിയതാ. പിന്നെ എന്തേലും വിളിച്ചു പറഞ്ഞാലോ ജോലി കിട്ടില്ലല്ലോ എന്ന് ഓർത്ത് ഞാൻ വിചാരിച്ചു. ഇത് കേട്ട് കഴിഞ്ഞപ്പം ശ്രുതി അല്ല അവിടെ എന്തേലും വിളിച്ചു പറയാൻ പറ്റോ ചെയ്തോ? ഒന്നുമില്ല, ഞാൻ ഡീസന്റ് ആയിട്ട് അവിടെ പെരുമാറിയെന്ന് പറയാം. ചന്ദ്രമതി പറഞ്ഞു, എന്നാലും മോന് ഞാൻ ജ്യൂസ് എടുക്കാന്ന് പറയാം. ഈ സമയത്ത് ശ്രുതിയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ തന്നെ ശ്രുതിയുടെ മുഖം വല്ലാത്തേക്കും ചന്ദ്രമതി ശ്രദ്ധിച്ചു. അപ്പോഴാണ് നമ്മുടെ രേവതിയുടെ കടന്നുവരവ് അങ്ങോട്ട്. രേവതി അങ്ങോട്ട് വന്നപ്പോഴത്തേനും രേവതി ചോദിച്ചു, നീ അങ്ങോട്ട് പോയതാന്ന് ചോദിക്കുക. ഞാൻ എൻ്റെ വീട്ടിൽ പോയതാ. എപ്പോഴും നിനക്ക് നിന്റെ വീട്ടിൽ എന്തായിരിക്കുന്നേ? അല്ല, എനിക്ക് എൻ്റെ അമ്മേനെ ഒന്ന് കാണായിരുന്നു, അതുകൊണ്ട് പോയതാ. ശരി നീ ചെല്ല, അകത്ത് ചെന്ന് ഇവനൊരു ജ്യൂസ് എടുത്തോണ്ട് വാ, അവിടെ നിന്ന് മാതള നാരങ്ങ ഇരിപ്പണെന്ന് പറയാം. ഇത് കേട്ടതും രേവതി ചോദിച്ചു, ആർക്കമ്മ ജ്യൂസ്? ശ്രുതിക്കെന്ന് പറഞ്ഞു നിനക്ക് എന്നെ ചെവി കേട്ടുകൂടെന്ന് ചോദിക്കാം. പെട്ടെന്ന് രേവതി പറഞ്ഞു, അതെ ശ്രുതി, നീ പോയി ശ്രുതിക്കൊരു ജ്യൂസ് എടുത്ത് കുടിക്കുക, എനിക്ക് വേറെ ജോലി ഇടാൻ പറഞ്ഞ് അങ്ങോട്ട് പോവാണ്. എടി അവിടെ നിൽക്കുക, നിന്നോടല്ലേ പറഞ്ഞ് നിൽക്കാനായിട്ട്. ഓഹോ, നിനക്ക് ഇത്ര അഹങ്കാരോ? സച്ചി നിന്നോട് ദേഷ്യപ്പെടുന്ന വെറുതെ അല്ല, എന്നിട്ട് പോലും നിനക്ക് ഇത്ര അഹങ്കാരമാണെങ്കിൽ അവൻ നിന്നോട് ഇച്ചിരി സ്നേഹത്തോടെയൊക്കെ പെരുമാറുന്നെങ്കിൽ നീ നിലത്തെങ്ങും നിൽക്കുമല്ലോടി അഹങ്കാരി എന്ന് പറയാം. ഈ സമയം ശ്രുതി പറഞ്ഞു, വേണ്ട ഞാൻ പോയി എടുത്തു കൊടുക്കാന്ന് പറയണം. വേണ്ട, മോളിവിടെ ഇരുന്നോ, ഞാൻ പോയി എടുത്തു കൊടുത്തോളാം, ഒരു കുഴപ്പമില്ലെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അകത്തേക്ക് അങ്ങോട്ട് പോവാണ്. ഈ സമയം വളരെ വിഷമത്തോടു കൂടി രേവതി മുറിയിലേക്ക് വരിക. രേവതിക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി. പിന്നീട് സച്ചി നേരെ ബാറിലേക്ക് ചെല്ലുവാണ്. ബാറിലേക്ക് എന്ന് അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും മഹേഷ് വേണോടാ, ഇതിന്റെ ആവശ്യമുണ്ടോന്ന് ചോദിക്കാം. നിനക്ക് പറ്റുമെങ്കിൽ നീ ഇവിടെ ഇരിക്കാൻ പറയണം. അങ്ങനെ സച്ചി ബാറിലിരുന്നു. അങ്ങനെ മദ്യം വന്നു കഴിഞ്ഞപ്പോഴത്തേനും സച്ചി എന്ത് ചെയ്യുവാണ്, അതിന്റെ കുപ്പി പൊട്ടിച്ചിട്ട് മദ്യം വായിലേക്ക് കമിഴ്ത്തുക. ഇത് കണ്ടതും മഹേഷ് ചോദിച്ചു, നീ എന്ത് പരിപാടിയാടാ കാണിക്കണേ? നിന്റെ ചങ്ക് വാടിപ്പോടാ, ഇമ്മാതിരി കുടിച്ചിട്ടുണ്ടെങ്കിൽ തൊണ്ടയെല്ലാം കരിഞ്ഞു പോകുന്നു പറയാം. ഒന്ന് പോടാ അവിടുന്ന്. പിന്നെ മനുഷ്യവിടെ സമാധാനക്കേടായിട്ട് ഇരിക്കുമ്പോഴാ തൊണ്ട വാടാൻ പോലെ. ഒന്നും മിണ്ടായിരിക്കാൻ പറയണം. കുറച്ച് വെള്ളമെങ്കിലും ഒഴിച്ച് കുടിക്കാം. അല്ല, ഞാൻ ടച്ചിങ്സ് പറയാം, ടച്ചിങ്സ് എന്തെങ്കിലും കൂട്ടിയിട്ട്. പിന്നെ ടച്ചിങ്സ് കൂട്ടിയല്ലേ ഇപ്പോൾ കഴിക്കാൻ പോകുന്നത്, എന്ന് വെച്ചാൽ നമ്മൾ കല്യാണത്തിന് പോയിരിക്കുമല്ലേ, ഒന്ന് പോടാ അവിടുന്ന് എന്നും പറഞ്ഞിട്ട് സച്ചി വീണ്ടും മദ്യപിക്കാൻ തുടങ്ങി. ഈ സമയത്ത് ഗജാനന്ദന്റെ ഗുണ്ടാൾ അങ്ങോട്ട് വരുന്നേ. അവന്മാരിങ്ങനെ കണ്ടു സച്ചി അവിടെ ഇരിക്കുന്ന. സച്ചിനെ കണ്ടതും പെട്ടെന്ന് അങ്ങോട്ട് വന്നു. സച്ചി അപ്പൊ ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ആഹാ, കൊള്ളാലോ, ഇതാരാ? ഡ്രൈവർ സച്ചിയാണല്ലോ ഇരിക്കുന്നത്. എന്തൊക്കെയോ തെളിവുകൾ കണ്ടുപിടിക്കുന്നോ, ഗജാനന്ദനെ അകത്താക്കുന്നോ എന്നൊക്കെ പറയുന്ന കേട്ടിപ്പോ എന്ത് പറ്റി? തെളിവുകളൊന്നും കിട്ടിയില്ലല്ലേ നീ ചോദിക്കുക. സച്ചി ഒന്നും മിണ്ടിയില്ല. ഈ സമയം മഹേഷോട്, എടാ അവന്മാരെ മിണ്ടാതെ പോ, അറിയാലോ സച്ചിയുടെ സ്വഭാവം നിനക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. പക്ഷെ അവന്മാര് കൂട്ടാക്കില്ല.
അവന്മാരെന്ത് ചെയ്യണം വീണ്ടും സച്ചിൻ ഇങ്ങനെ ചൊറിഞ്ഞൊറിഞ്ഞ് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. കുറെ സമയം സച്ചി അങ്ങ് കേട്ടിരുന്നു. അവസാനം സച്ചിക്ക് ദേഷ്യം വന്നു. സച്ചി ചാടി അങ്ങോട്ട് എഴുന്നേറ്റ് അങ്ങോട്ട്, നീ എന്താടാ പറഞ്ഞെന്ന് ചോദിച്ചു പറഞ്ഞു. ഒരുത്തന്റെ കോളറിന് അങ്ങോട്ട് കുത്തി പിടിക്കുകയാണ് അങ്ങോട്ട്. തലങ്ങാൻ വലങ്ങ അടി, പൊതിരെ തല്ലവിടെ. അവസാനം ബാറിലെ ആൾക്കാരും മഹേഷും എല്ലാരും കൂടെ കൂടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു മാറ്റുവാണ്. സച്ചിനെയൊക്കെ പിടിച്ചു മാറ്റി. സച്ചി പറഞ്ഞു, നിന്നെയൊക്കെ എന്റെ കൈ കിട്ടൂടാ, നീ അങ്ങോട്ട് വരാൻ പറയാണ്. ഈ സച്ചിയോടാ നിന്റെ കളിന്ന് പറയാ. സച്ചിക്കാണ് സങ്കടവും ദേഷ്യവും അങ്ങോട്ട് അടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. രേവതിയെ കുറിച്ച് അയാൾ പറയുന്ന കാര്യങ്ങളും മനസ്സിലുണ്ടായിരുന്നു. രേവതി സ്വർണ്ണമൊക്കെ പണയം വെച്ചുകൊണ്ട് പൈസ കൊടുക്കാൻ പറഞ്ഞ് അതൊക്കെ സഹിക്കാവുന്നതിൽ അപ്പുറമായിരുന്നല്ലോ. പിന്നീട് കാണിക്കുന്ന ശ്രുതിയും കൂടെ പുറത്തു പോയിട്ട് വരുവാണ്. അപ്പൊ ശ്രുതിക്ക് ഭയങ്കര കാലുവേനയാന്ന് പറഞ്ഞു. എന്താണെന്ന് അറിയത്തില്ല, ഇന്ന് കുറെ ആൾക്കാർ തിരക്ക് കൂടുന്നുണ്ടായിരുന്നു ബ്യൂട്ടി പാർലർ. കാലം നല്ല വേദനയാന്ന് പറയാം. ആണോ? അന്ന് അവിടെ നിൽക്കാനും പറഞ്ഞിട്ട് ശ്രുതി എന്ത് ചെയ്യുവാണ്, ശ്രുതിനെ എന്നെ കൈകളിൽ കോരിയെടുക്കുക. ഇത് എന്ത് പരിപാടി ശ്രുതി കാണിക്കണേ? ആരെങ്കിലും കാണും, എന്നെ നിലത്ത് നിർത്ത്. അങ്ങനെ ഇപ്പൊ നിലത്ത് നിർത്തുന്നില്ല. അതെ, നിനക്ക് കാലുവേനയല്ലേ, ഞാൻ എടുത്തോണ്ട് പോയ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഞാനേ നിന്റെ ഭർത്താവാ, നിന്നെ എടുത്താലൊന്നും സംഭവിക്കില്ലെന്ന് പറയാം. എന്നാലും ഇല്ല. അങ്ങനെ ശ്രുതിനെ എടുത്തോണ്ട് അങ്ങോട്ട് ഹാളിലേക്ക് വരുമ്പോഴാണ് ചന്ദ്രമതി അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. ചന്ദ്രമതി ഈ കാഴ്ച കണ്ടു. പെട്ടെന്ന് ചന്ദ്രമതി ഓടി വന്നിട്ട് ചോദിച്ചു, അല്ല മോൾക്ക് ഇത് എന്ത് പറ്റിയെന്ന് ചോദിക്കും. ഒന്നുമില്ലമ്മേ, അവളുടെ കാലിന് ഭയങ്കര വേദനയാന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ അവളെ ഇങ്ങോട്ട് എടുത്തോണ്ട് വന്നതാ. ഇത് കേട്ടപ്പോ ചന്ദ്രമതി പറഞ്ഞു, ആണോ മോളെ, എന്നിട്ട് കുറവുണ്ടോ അപ്പം? കുറവുണ്ട്. ഇത് കേട്ടപ്പം ശ്രുതി പറഞ്ഞു, അല്ലമ്മേ, എനിക്ക് ആ ചെറുതായിട്ടൊരു കാലുവേന ഉണ്ടായിരുന്നു, അതുകൊണ്ട് നടക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞോണ്ടാ. അതൊന്നും കുഴപ്പമില്ല മോളെ എടുത്താരാ? ശ്രുതിയല്ലേ എടുത്ത. അനിയിപ്പൊ എന്താ കുഴപ്പമിരിക്കുന്നത്? നിങ്ങളിങ്ങനെ നല്ലവണ്ണം എന്നും ജീവിക്കണം, ഈ സന്തോഷത്തോട് കൂടിയിട്ട്. അത് കണ്ട് കണ്ണടയ്ക്കണം എന്ന് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയാം. മോള് ക്ഷീണിച്ചു വന്നല്ലേ, മോളൊരു കാര്യം ചെയ്യേ, അവിടെ ഇരിക്കാൻ പറയണം. അങ്ങനെ ശ്രുതിനെ പഠിച്ച് അവിടെ ഇരുത്തി. ഞാൻ ബദാമിട്ട പാലെടുത്ത് വെച്ചിട്ടുണ്ട്, അതെടുത്തോണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് അങ്ങോട്ട് പോവാണ്. ഈ സമയം രേവതി അടുക്കളയിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. പാത്രങ്ങളൊക്കെ കഴുകിക്കൊണ്ടിരിക്കുക. ചെന്നിട്ട് ചോദിച്ചു, എടി ഇവിടെ ആ കപ്പിനകത്ത് വെച്ച പാൽ എന്ത് ചെയ്യേ, നീ അതെടുത്ത് കുടിച്ചോന്ന് ചോദിക്കാം. ഇത് കേട്ടൻ രേവതിക്ക് സങ്കടം ദേഷ്യം വന്നു. രേവതി പറഞ്ഞു, ഞാനൊരു പാലും എടുത്തില്ലെന്ന് പറയണം. പറയാൻ പറ്റില്ല, ബദാമും ഇതൊക്കെ ഇട്ടതല്ലേ, അപ്പം മിക്കവാറും നിനക്ക് കൊതിമൂത്ത് നീ എടുത്ത് കുടിച്ചാലോ. ഇത് കേട്ടൻ രേവതി പറഞ്ഞു, എനിക്ക് അത്രയ്ക്ക് വലിയ കൊതിയൊന്നും ഇല്ലമ്മേന്ന് പറയാം. പിന്നീട് നോക്കി കഴിഞ്ഞപ്പോൾ അവിടെ ഫ്ലാസ്കിനകത്ത് പാലിരിക്കുന്നുണ്ട്. ചന്ദ്രമതി അതൊക്കെ ഒഴിച്ചോണ്ട് നേരെ ഹാളിലേക്ക് വരുവാണ്. പിന്നീട് ശ്രുതിക്ക് അത് കൊടുത്തിട്ട് പറഞ്ഞു, മോൾ ഇത് കുടിക്കുക, ക്ഷീണിച്ചു വന്നല്ലേ എന്ന് ചോദിക്കാം. അല്ല ശ്രുതിക്ക് ഇപ്പൊ വേണ്ട, അവന് പിന്നെ ഞാൻ ചായ കൊടുത്തോളാന്ന് ചന്ദ്രമതി പറയാ. പറഞ്ഞു, അമ്മ ഞാൻ ഇന്ന് മുഖം ഒന്ന് വാഷ് ചെയ്തിട്ട് വരാന്ന് പറഞ്ഞ അങ്ങോട്ട് മാറുമ്പത്തേന് ചന്ദ്രമതി പറഞ്ഞു, അത് മോളെ ഒരു മിനിറ്റ് ഇങ്ങോട്ട് വരാൻ പറയാണ്. അങ്ങോട്ട് ചെന്നു. അതെ, വൈകുന്നേരം കിടക്കുന്നതിന് മുമ്പ് മോളൊന്ന് ഒഴിഞ്ഞിടണമെന്ന് പറയാ. എന്തിനാമ്മേ? ഇവിടെ മൊത്തം ദോഷങ്ങളല്ലേ, കണ്ടു ദോഷമൊക്കെ. പലർക്കും കൂടെ അസൂയ മൊത്തല്ലേ ഇരിക്കുന്നേ. നിങ്ങൾ രണ്ടും തമ്മിൽ ഇത്രയും നല്ല ജീവിതം നയിക്കുന്ന അവർ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് പറഞ്ഞ് കണ്ണീർ തട്ടായിരിക്കാൻ വേണ്ടി ഒഴിഞ്ഞിടണമെന്ന് പറഞ്ഞ്. ഇത് രേവതി കേട്ടു. രേവതി അവിടെ നിന്നുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞ്. രേവതിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. വല്ലാത്തൊരു വിഷമമൊക്കെ ആയിപ്പോയി രേവതിക്ക്. ഈ സമയത്ത് അങ്ങോട്ട് സച്ചിയുടെ വരവ്. സച്ചി 4 കാലിലാണ് വരുന്നത്. സച്ചിക്ക് കാല് പോലും നിലത്ത് ഉറയ്ക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ സച്ചി വന്നു കഴിഞ്ഞിട്ട് സച്ചിയുടെ ഒച്ചപ്പാട് കേട്ട് കഴിഞ്ഞപ്പോൾ രേവതി ഓടി ഇറങ്ങി ചെല്ലുവാണ്. ചെന്ന് കഴിഞ്ഞപ്പോൾ സച്ചിയാണ് കയ്യെ പിടിച്ച് അകത്തേക്ക് കയറ്റാൻ തുടങ്ങിയപ്പോഴത്തേന് സച്ചി പറഞ്ഞു, വേണ്ട, എന്റെ കയ്യെന്ന് വിടറിയെന്ന് പറയാം. പക്ഷെ രേവതി വിടാൻ കൂട്ടാക്കില്ല. നീ കാരണോ ഇപ്പൊ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്, നിനക്കറിയാവോ? നീ എന്നെ പടുകുടിയിലേക്ക് തള്ളിവിട്ടെ. ആ ഗജാനന്ദന്റെ കാര്യം നേരത്തെ പറയുമായിരുന്നെങ്കിൽ എനിക്ക് ഇന്ന് ഈ സമാധാനക്കേട് ഉണ്ടാവുമായിരുന്നു. ഒരു കാരണവശാലും ഉണ്ടാകത്തില്ല. എന്നിട്ട് അവള് കയറി ഇരിക്കുന്നുണ്ടല്ലേ മഹാറാണിയായിട്ട്. ഇങ്ങോട്ട് ഇറങ്ങി വാടിയെന്ന് പറയാം. രേവതി പറഞ്ഞു, എന്താ ഇങ്ങനെ, എന്തിനാ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കുന്നേ? ഒച്ചപ്പാടും ബഹളം ഞാൻ ഉണ്ടാക്കൂടി, അതൊക്കെ ചോദിക്കാൻ നീ ആരാന്ന് ചോദിക്കുക. ഇത് കേട്ടതും ശ്രുതി ചോദിച്ചു, അല്ലമ്മ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ സച്ചി എന്നും ഇങ്ങനെയാണോന്ന് ചോദിക്കുക. ഇങ്ങനെയാണോന്നോ? ഇപ്പൊ കുറച്ച് കുറവുണ്ട് മോളെ, ഇതിന്റെ അപ്പുറം വരുമെന്ന് പറയാ. ഇത് കേട്ട ശ്രുതി വന്നിട്ട് ചോദിച്ചു, നീ എന്ത് പരിപാടി സച്ചി കാണിക്കണേ? നിനക്കെന്താ ഒരു ബോധമില്ലേന്ന് ചോദിക്കുക. സച്ചിക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു. അതേടാ, എനിക്ക് ബോധമില്ല, നിനക്ക് ഭയങ്കര ബോധമുള്ളതാണല്ലോ, നീ ഭയങ്കര വിവരം വിദ്യാഭ്യാസം ഒക്കെ ഉള്ളവനാണല്ലോ, അതുകൊണ്ട് എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിക്കരുതെന്ന് പറയാം. ഇത് കേട്ടപ്പം ശ്രുതി പറഞ്ഞു, ഇവിടെ നീ മാത്രമല്ല, നിന്റെ ഭാര്യ മാത്രമല്ല, ഇവിടെ എന്റെ ഭാര്യ അമ്മയൊക്കെ ഉണ്ട്, ആ ഒരു ബോധം വേണമെന്ന് പറയാം. ഇത് കേട്ടത് സച്ചിക്ക് അങ്ങോട്ട് നല്ല ദേഷ്യം വന്നു. സച്ചിയോട് ഞാണോ? ഹോഹോ, അല്ലേലും നിന്റെ അത്ര ബോധമൊന്നും എനിക്കില്ലടാ, നിന്നെ പോലെ എനിക്ക് അത്ര നന്നായിട്ട് അഭിനയിക്കാനും അറിയത്തില്ല എന്നും പറഞ്ഞിട്ട് നേരെ ശ്രുതിയുടെ നേർക്ക് അടുക്കുവാണ്. അപ്പൊ ശ്രുതി ഒരു ഭയത്തോടു കൂടി ഒരടി പിന്നോട്ട് വെക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത്. അപ്പൊ അതിന്റെ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.